12-ാം നൂറ്റാണ്ട് വരെ ലോകത്തിനാകമാനം വെളിച്ചം പകർന്നിരുന്ന സർവകലാശാലയായിരുന്നു നളന്ദ സർവകലാശാല. ആ നളന്ദ സർവകലാശാലയുടെ പുതിയ മുഖമാണ് ജൂൺ 19 രാജ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിച്ചത്. 5-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള പണ്ഡിതരെ ആകർഷിച്ച അറിവിന്റെ അക്ഷയഖനിയായിരുന്നു നളന്ദ സർവകലാശാല. ബീഹാറിലെ പാടലിപുത്രയിൽ നിന്നും 90 കിലോമീറ്റർ അകലെയാണ് പഠനത്തിന്റെ കേന്ദ്രമായ പഴയ നളന്ദ സ്ഥിതി ചെയ്തിരുന്നത്. നളന്ദയുടെ കാലം ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായി അറിയപ്പെട്ടിരുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്കും പതിറ്റാണ്ടുകൾ മുൻപ് നിലവിൽ വന്ന നളന്ദ ഇന്ന് നിലനിന്നിരുന്നുവെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സർവകലാശാലകളിലൊന്നാകുമായിരുന്നു. നളന്ദ വിസ്മൃതിയായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നുവെങ്കിലും അറിവിന്റെ രംഗത്ത് ഇത് നൽകിയ സംഭാവനകൾ ആർക്കും തന്നെ വിസ്മരിക്കാനാവില്ല. ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര റെസിഡൻഷ്യൽ സർവകലാശാലയായിരുന്നു നളന്ദ. അക്കാലത്തെ ഏറ്റവും വലിയ ബുദ്ധമത വൈജ്ഞാനിക കേന്ദ്രം കൂടിയായിരുന്നു. 5-ാം നൂറ്റാണ്ടിൽ ഗുപ്ത രാജാക്കന്മാരാൽ സ്ഥാപിക്കപ്പെട്ട ഈ സർവകലാശാല ലോകത്തിലെ ആദ്യത്തെ മഹത് സർവകലാശാലയുമായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്നാണ് സർവകലാശാല നശിപ്പിക്കപ്പെട്ടത്. വിജ്ഞാനത്തിന്റെ ദീപനാളമായിരുന്ന നളന്ദയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. 7 നൂറ്റാണ്ടോളം കാലം അറിവിന്റെ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയിരുന്ന സ്ഥലമാണ് നളന്ദ. നളമെന്നും ന്ദ എന്നുമുള്ള 2 വാക്കുകളിൽ നിന്നാണ് നളന്ദ എന്ന പേര് വരുന്നത്. നളം എന്ന വാക്കിന് താമര എന്നും ന്ദ എന്ന വാക്കിന് നൽകുക എന്നുമാണ് അർത്ഥം. താമര എന്നത് അറിവിന്റെ ചിഹ്നമായാണ് കണക്കാക്കുന്നത്. അറിവ് നൽകുന്നയാൾ എന്നാണ് യഥാർത്ഥത്തിൽ നളന്ദ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയ നമ്മുടെ രാജ്യത്ത് തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ സർവകലാശാല നിലവിൽ വരുന്നതും. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈജിപ്തിലെ അൽ അസർ സർവകലാശാലയും ഇറ്റലിയിലെ ബോലാക്ന സർവകലാശാലയും ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയും ഒക്കെ നളന്ദയ്ക്ക് പിന്നിൽ മാത്രം വന്നവയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000-ഓളം വിദ്യാർത്ഥികളും 2,000-ഓളം അധ്യാപകരുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ലോകത്തിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ സർവകലാശാല എന്ന് നളന്ദയ്ക്ക് പേര് വരാനുള്ള കാരണവും ഇതുതന്നെയായിരുന്നു. നളന്ദ സർവകലാശാലയിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്. തങ്ങളുടെ പ്രശ്നങ്ങൾക്കും സംശയങ്ങൾക്കും പരിഹാരം തേടി വിവിധ സ്ഥലങ്ങളിൽ നിന്നും ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ളവർ നളന്ദയിൽ എത്താറുണ്ടായിരുന്നു. എന്നാൽ ഈ പുതിയ ആളുകളെ അകത്ത് കടത്തുന്നതിനു മുൻപ് ഇവിടുത്തെ കാവൽക്കാരൻ വിഷമകരമായ ചോദ്യങ്ങൾ ചോദിക്കും. ഇതിന് ശരിയായ ഉത്തരം നൽകാൻ സാധിക്കുന്നവരെ മാത്രമേ നളന്ദ സർവകലാശാലയുടെ അകത്തോട്ട് പ്രവേശിപ്പിച്ചിരുന്നുള്ളൂ. അപൂർവ പുസ്തകങ്ങളടങ്ങിയ ഇവിടുത്തെ ഗ്രന്ഥശാല ലോക പ്രശസ്തമായിരുന്നു. മറ്റൊരിടത്തും കിട്ടാത്തതും പരിമിതമായ പ്രതികൾ മാത്രം ഉണ്ടായിരുന്ന പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. കൂടാതെ ഇവിടുത്തെ 10,000-ഓളം വിദ്യാർത്ഥികൾക്കായി 100 പ്രഭാഷണശാലകളും വിദ്യാർത്ഥികൾക്കായി 12 വർഷത്തെ പാഠ്യപദ്ധതിയുമായിരുന്നു ഉണ്ടായിരുന്നത്. സൗജന്യമായി വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്ന സർവകലാശാലയ്ക്ക് സമീപത്തെ 100-ഓളം വരുന്ന ഗ്രാമങ്ങളിൽ നിന്നായിരുന്നു ധനസഹായവും ലഭിച്ചിരുന്നത്. ഓരോ വിഷയങ്ങളിലും ആഴത്തിൽ പാണ്ഡിത്യമുണ്ടായിരുന്ന ആളുകളാണ് ഇവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് ശിലഭദ്രൻ. കൂടാതെ ബുദ്ധമത ചിന്തകനും ആയുർവേദാചാര്യനുമായ നാഗാർജുനനും ഇവിടെ പഠിപ്പിച്ചിരുന്നു. 800 വർഷത്തെ ചരിത്രത്തിനിടയിൽ 3 പ്രാവശ്യമാണ് സർവകലാശാല ആക്രമിക്കപ്പെട്ടത്. എന്നാൽ 2 പ്രാവശ്യം മാത്രമേ ഇത് പുതുക്കി പണിതിട്ടുള്ളൂ. സ്കന്ദഗുപ്തൻ ഭരിച്ചിരുന്നപ്പോൾ മിഹിറാക്കുളയാണ് ആദ്യം ആക്രമിച്ചത്. പിന്നീട് മുൻപുണ്ടായിരുന്നതിനേക്കാൾ മനോഹരമായി സ്കന്ദഗുപ്തൻ ഇത് പുതുക്കി പണിതു. രണ്ടാമതായി 7-ാം നൂറ്റാണ്ടിൽ ഗൗഡകളാണ് ഇവിടെ ആക്രമിക്കുന്നത്. ബുദ്ധരാജാവായിരുന്ന ഹർഷവർദ്ധനാണ് പിന്നീട് ഇത് പുതുക്കി പണിയുന്നത്. അടിമവംശത്തിലെ രാജാവായിരുന്ന കുത്തബുദ്ദീൻ ഐബക്കിന്റെ സൈന്യാധിപന്മാരിൽ ഒരാളായിരുന്ന മുഹമ്മദ് ബിൻ ബക്തിയാർ ഖിൽജി സർവകലാശാല ആക്രമിച്ച് കീഴടക്കുകയും തീവയ്ക്കുകയും ചെയ്തു. 1193-ലാണ് ഇത് സംഭവിക്കുന്നത്. ഇവരുടെ ക്രൂരമായ ആക്രമണത്തിൽ ബുദ്ധ സന്യാസികളെ ക്രൂരമായി പീഡിപ്പിക്കുകയും ജീവനോടെ കത്തിക്കുകയും ചെയ്തിരുന്നുവെന്ന് പറയപ്പെടുന്നു. അതിനുശേഷം സർവകലാശാലയ്ക്ക് പിന്നീട് ഒരു പുനർജന്മം ഉണ്ടായില്ല. അധ്യാപകരെ മാത്രമല്ല, ഇവിടുത്തെ ഗ്രന്ഥശാലയെയും അക്രമികൾ വെറുതെ വിട്ടില്ല. 9 നില കെട്ടിടത്തിനുള്ളിലെ ഗ്രന്ഥങ്ങൾ മുഴുവനും പൂർണ്ണമായും അവർ തീയിട്ട് നശിപ്പിച്ചു. നീണ്ട 3 മാസക്കാലം നിർത്താതെ എരിയുകയായിരുന്നു 90 ലക്ഷത്തോളം വരുന്ന പുസ്തകങ്ങൾ. ഇതിനുശേഷം സർവകലാശാല 100 വർഷം നിലനിന്നിരുന്നുവെങ്കിലും നശിച്ചുകൊണ്ടേയിരുന്നു. ഏകദേശം 1,50,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ ഇവിടുത്തെ അവശിഷ്ടങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥ സർവകലാശാലയുടെ 90% ഭാഗങ്ങൾ ഇനിയും മണ്ണിനടിയിൽ തന്നെയാണെന്നാണ് കരുതുന്നത്. നളന്ദ പൂർണ്ണമായും നശിക്കപ്പെട്ട് 800 വർഷങ്ങൾക്ക് ശേഷം ഇത് പുനരുദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2014 ഇവിടെ ലോകത്തെമ്പാട് നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട 15 പേർക്ക് പ്രവേശനം നൽകിയിരുന്നു. നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള അമർത്യ സെൻ അടക്കമുള്ള പ്രമുഖ അക്കാദമിക് പണ്ഡിതരുടെ കയ്യിലാണ് ആഗോള സർവകലാശാലയായി നളന്ദ ഒരുങ്ങിയിരിക്കുന്നത്. ആസിയാനിലെ രാഷ്ട്രങ്ങളും ചൈന, ജപ്പാൻ, സിംഗപ്പൂർ തുടങ്ങിയ 6 രാജ്യങ്ങളും ചേർന്ന് സംയുക്തമായാണ് സർവകലാശാല പുനർനിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ 16 രാജ്യങ്ങൾക്കും നളന്ദ സ്വന്തമായിരിക്കും. ബീഹാറിലെ പട്നയിൽ നിന്ന് 70 കിലോമീറ്റർ അകലെ രാജ്ഗീർ എന്ന സ്ഥലത്ത് 1000 ഏക്കറിലാണ് സർവകലാശാലയുടെ പണി പൂർത്തിയാക്കിയിരിക്കുന്നത്.
9 നിലകളിലായി തലയുയർത്തി നിന്നിരുന്ന പഴയ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ നെടുന്തൂണായ നളന്ദയെ നശിപ്പിച്ചതോടെ ഇന്ത്യ പല നൂറ്റാണ്ട് പിറകിലേക്ക് പോയി. നളന്ദയിൽ പണ്ട് വേദങ്ങൾ, യുക്തിവാദം, മാത്തമാറ്റിക്സ്, വ്യാകരണം, വൈദ്യശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ഇരുമ്പിനെ സ്വർണമാക്കി മാറ്റുന്ന ആൽക്കമി എന്നിവ പഠിപ്പിച്ചിരുന്നതിന് തെളിവുകളുണ്ട്. നശിപ്പിക്കപ്പെട്ട നളന്ദ സർവകലാശാലയുടെ പൗരാണിക ശേഷിപ്പുകൾക്ക് മേലെയുള്ള ഉയിർത്തെഴുന്നേൽപ്പാണ് ഇന്നത്തെ ദിവസം നടന്നത്.